പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യമുതൽ നന്നേക്ക് തന്നെയാമി. ഞാൻ യാക്കോബായ സഭയിലെ അകപ്പുറം ഇടവയിലെ ആലുക്കൽ കോറപ്പിസ്കോപ്പ. സത്യവിശ്വാസം പതിച്ച കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പറയുന്നത്. തെറ്റുകളുണ്ടെങ്കിൽ അത് നമുക്ക് തിരുത്താവുന്നതാണ്. എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് മിശിഹായുടെ 2 സ്നാനങ്ങളും സഭയുടെ സ്നാനവും. മിശിഹ 2 മാമോദിസ ഏറ്റു. സഭയിൽ മാമോദിസയുടെ ക്രമീകരണങ്ങൾ എങ്ങനെയാണ്? ഇതിനെപ്പറ്റി ഒരു വീഡിയോ ഞാൻ കുറച്ച് ദിവസം മുമ്പ് കണ്ടു. അതിൽ പല കാര്യങ്ങളൊക്കെ, ചില കാര്യങ്ങൾ ശരിയാണ്, ചില കാര്യങ്ങൾ സഭയെ പറ്റി തെറ്റായിട്ടാണ് അധ്യായം വ്യാഖ്യാനിച്ചിരിക്കുന്നത്. അതിനൊരു മറുപടി പറയണമെന്ന് തോന്നുന്നു. യോഹന്നാൻ സ്നാപകൻ ദൈവത്താൽ അയക്കപ്പെട്ടവനാണ്. അത് യോഹന്നാൻ്റെ സുവിശേഷം 1:33 എങ്കിലും വെള്ളത്താൽ സ്നാനം കഴിപ്പിപ്പാൻ എന്നെ അയച്ചവൻ എന്നോട്, ആരുടെ മേൽ ആത്മാവ് ഇറങ്ങുന്നത് വസിക്കുന്നു നീ കാണുന്നുവോ, അവൻ പരിശുദ്ധാത്മാവിനാൽ സ്നാനം കഴിപ്പിക്കുന്നവനാകുന്നു എന്ന് പറഞ്ഞു. വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ എന്നെ അയച്ചവൻ എന്നോട്. അപ്പോൾ പിതാവാൻ ദൈവമാണ് യോഹന്നാനെ അയച്ചത്, യോഹന്നാൻ സാമാനെ അയച്ചത്. അതുകൊണ്ട് അദ്ദേഹത്തിന് മാമോദിസ നോക്കാൻ അധികാരമില്ല, പുരോഹിതനല്ല എന്നൊന്നും പറയരുത്, തെറ്റാണ്, വചനവിരുദ്ധമാണ്. തന്നെയല്ല, അഹറോൻ്റെ കുടുംബത്തിലുമാണ് പഴയ ദൈവ പൗരോഹിത്യം ദൈവം കൊടുത്തത്. ഈ അഹറോൻ്റെ കുടുംബത്തിലെ അംഗങ്ങളാണ് സഖറിയായും ഏലീശുമായും. സഖറിയയുടെ മകനാണല്ലോ യോഹന്നാൻ സ്നാപകൻ. അപ്പോൾ സ്വാഭാവികമായും ആ കുടുംബ പാരമ്പര്യം അനുസരിച്ച് ആ പട്ടത്വം അല്ലെങ്കിൽ പുരോഹിത സ്ഥാനം യോഹന്നാൻ കിട്ടിയിട്ടുണ്ട്. യോഹന്നാൻ്റെ അമ്മയും അപ്പനൊക്കെ നേരത്തെ മരിച്ചുപോയതുകൊണ്ട് അദ്ദേഹം ഖുമ്രാൻ സമൂഹത്തിലാണ് വളർന്നു വന്നത്. സീരിയലിൻ്റെ ഇടയിൽ ആരെങ്കിലും യഹൂദമതത്തിൽ ചേരേണ്ടി വന്നാൽ സ്നാനം കൊടുക്കുമായിരുന്നു. അപ്പോൾ ഈ സ്നാനത്തെ പറ്റി യോഹന്നാൻ നല്ല അറിയുക. അപ്പോൾ യോഹന്നാൻ വന്ന് യഹൂദ മരുഭൂമിയിൽ പ്രസംഗിച്ചു. സർപ്പസന്തതികളെ, ഒരുപാട് ആളുള്ള കോപത്തെ വിട്ട് പോകുവാൻ നിങ്ങളെ ഉപദേശിച്ചതെന്ന് ആര്? അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ മാനസാന്തരപ്പെടണം. യോഹന്നാൻ ആദ്യം പറഞ്ഞതാ, മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ദൈവരാജ്യം ഇപ്പോൾ ഉടനെ വരും, അടുത്തുണ്ട്. അവിടെ ദൈവരാജ്യം ഉദ്ദേശിക്കുന്ന കർത്താവിനെയാണ്, കർത്താവ് വരാറായെന്നാണ്. അപ്പോൾ കർത്താവിൻ്റെ വഴിയൊരുക്കാനാണ് അവൻ വന്നത്, യോഹന്നാൻ സാവൻ വന്നത്. മരുഭൂമിയിലെ ശബ്ദമാണ് അവൻ. അവൻ സ്വരം ഉയർത്തി തന്നെ പറയുന്നു, സർപ്പസന്തതികളെ, പിശാചിൻ്റെ മക്കളെ, നിങ്ങൾ മഹാപാപികളാണ്. പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെടും. അതാണ് കരുണീയമായിട്ടുള്ളത്. അപ്പോൾ കർത്താവ് മാമോദിസ മുഖാൻ വന്നു. അപ്പോൾ യോഹന്നാൻ പറഞ്ഞു, അയ്യോ അങ്ങ് എന്നെയാണ് മാമോദിസ നോക്കേണ്ടത്, ഞാൻ അങ്ങയല്ല. കാരണം നേരത്തെ കുട്ടി യോഹന്നാൻ ഒരു വെളിപാട് കിട്ടി. എന്നെ ഈശ്വരൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ആരിലാണോ പരിശുദ്ധാത്മാവ് ഇറങ്ങി വസിക്കുന്നത് അവൻ പരിശുദ്ധാത്മാവിനാൽ സ്നാനം നൽകാൻ വന്നവനാണ്, അവന് നീ വഴിയൊരുക്കണം. ഇപ്പം മാനസാന്തര സ്നാനമാണ് യോഹന്നാൻ പ്രസംഗിച്ചത് നാം പ്രത്യേകം ഓർക്കണം. ആ മാമോദിസ സമയത്ത് പരിശുദ്ധമായി ഇറങ്ങി വന്ന് അവിടെ തൃത്വം പ്രത്യക്ഷപ്പെട്ടല്ലോ, അപ്പോൾ അതിക്കാൻ പോകുന്നില്ല. അപ്പോൾ കർത്താവ് സ്നാനമേറ്റപ്പോൾ പറഞ്ഞു എല്ലാം ഇതേ രീതിയിൽ നടക്കണമെന്ന്. അതാണ് ഉചിതം. കാരണം കർത്താവ് മാമോദിസ പൊങ്ങിയിൽ ജനത്തോട് മാമോദിസ പൊങ്ങണമെന്ന് പറയാൻ പറ്റുള്ളൂ.
ഇങ്ങനെ സകല നീതിയും നടക്കുന്നത് നമുക്ക് ഉചിതം. എല്ലാ നീതിയും നടക്കണം. അതുകൊണ്ട് നീ എന്നെ മാമോദീസ മുക്കിയേ പറ്റൂ എന്ന് കർത്താവ് പറയത്ര ചെയ്തത്. യോഹന്നാൻ അതനുസരിച്ച് ചെയ്യുകയും ചെയ്തു. യോഹന്നാൻ്റെ മാമോദീസ അല്ല സഭയിൽ കൊടുക്കുന്ന മാമോദീസ. അത് അദ്ദേഹം പറഞ്ഞു ശരിയാണ്. പക്ഷെ അതിൻ്റെ കാരണങ്ങളെന്തൊന്നും അദ്ദേഹം വിശദീകരിച്ചില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞു സഭയിൽ കൊടുക്കുന്ന മാമോദീസ വ്യാജ മാമോദീസയാണ്. അതിനേത് എവിടെ നിന്ന് കിട്ടിയതെന്നൊന്നും അറിയില്ല. അപ്പോൾ യോഹന്നാൻ്റെ മാമോദീസയ്ക്ക് ചില ഡിഫക്ട്സ് ഉണ്ടായിരുന്നു. ഡിഫക്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പോരായ്മകൾ. ഇത് പൂർണ്ണ മാമോദീസ അല്ല. ഒന്ന്, മാമോദീസ യോഹന്നാൻ കൊടുക്കുന്നത് അത് വീണ്ടും ജനനം നൽകുവാൻ സാധിച്ചിരുന്നില്ല. പരിശുദ്ധാത്മാ കൃപയാലുള്ള വീണ്ടും ജനനത്തിന് ഈ മാമോദീസ യോഹന്നാൻ്റെ മാമോദീസ പര്യാപ്തമല്ല. വീണ്ടും ജനനം ലഭിക്കുന്നില്ല. പാപമോചനം കിട്ടുന്നില്ല. പഴയ നിയമ പുരോഹിതന്മാർക്ക് ആർക്കും പാപമോചനം കൊടുക്കാതെ ആരുമില്ല. ദാവീദ് വാദം ചെയ്തപ്പോഴും നാഥാൻ പ്രവാചകൻ പറയുന്നത് ദൈവം നിനക്ക് പാപപരിഹാരം നൽകട്ടെ എന്നാ. പ്രവാചകന് അവിടെ കൊടുക്കാൻ അധികാരമില്ല. പഴയ നിയമ പുരോഹിതന്മാർക്കും പറ്റില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ യൂദാ കൊണ്ടുവന്ന് അയ്യോ ഞാൻ തെറ്റ് ചെയ്തു പോയി എന്നൊക്കെ പറഞ്ഞ് ആ 30 വെള്ളിക്കാശ് വലിച്ചെറിയും. അവനവിടെ കുമ്പസാരിച്ചെങ്കിലും അവർ പറഞ്ഞു നീ നിന്റെ ആര് നീ നോക്കിയോ, ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ലെന്നാ. പഴയ നിയമ പുരോഹിതന്മാർക്ക് പാവോദനം കൊടുക്കാനുള്ള അധികാരമില്ല. അവർക്ക് ബലി അർപ്പിക്കാനുള്ള അധികാരമുള്ളൂ. പിന്നെ അതിൻ്റെ അനന്തരഫലങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറയുന്നില്ല, സമയമില്ല. അപ്പോൾ യോഹന്നാൻ്റെ മാമോദീസയിൽ പാവോദനം കിട്ടില്ല. അതേവരെയും സഭയ്ക്ക് വേണ്ടിയുള്ള ഒരു ബലി അർപ്പിക്കപ്പെട്ടിട്ടില്ല. ആദാമ്യ പാവവും മറ്റു പാവങ്ങൾ തീർക്കുന്നതിന് യേശു ക്രിസ്തുവിൻ്റെ ബലിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ആ ബലി നടന്നിട്ടില്ല. യേശു ക്രിസ്തു വന്നിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. മനുഷ്യാവതാരം നടന്നു, പക്ഷെ ബലി നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയല്ല പുരോഹിതന്മാരെ, പുതിയ നിയമ പുരോഹിതന്മാരെ പാപത്തിന് കൊടുക്കാനുള്ള അധികാരം കൊടുത്ത് കർത്താവ് നിയമിച്ചിട്ടുമില്ല. അപ്പോൾ വാദനം കൊടുക്കാൻ പറ്റില്ല. തന്നെയല്ല പരിശുദ്ധാത്മാവിൻ്റെ ആവാസം പഴയ നിയമത്തിലെ പ്രവാചകന്മാർക്കും രാജാക്കന്മാർക്കും പുരോഹിതന്മാർക്കും കിട്ടിയിരുന്നു, അഭിഷേകം മൂലമൊക്കെ. അങ്ങനെ അല്ലാതെ കൂടുതൽ വ്യാപകമായ രീതിയിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ ആവാസം പഴയ നിയമസഭയിലില്ല. ചില സന്ദർഭങ്ങളിൽ ഉണ്ടായിട്ടുള്ളൂ. എന്നാൽ പുതിയ നിയമസഭയിൽ വരുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ആവാസം നമുക്ക് എപ്പോഴും ലഭിക്കാവുന്ന ഒരു പരിതസ്ഥിതിയാണുള്ളത്. അതുകൊണ്ട് പരിശുദ്ധ റൂഹ നൽകപ്പെട്ടിട്ടില്ലാത്തതിനാൽ പാപം അഴിഞ്ഞു പോവുകയോ ശാപം മാഞ്ഞു പോവുകയോ ചെയ്തിട്ടില്ല. ആദാമ്യ പാപം മൂലം ശാപം ഉണ്ടായി. പാപവും ഭൂമിയിൽ കിടന്നു, മനുഷ്യരിൽ കിടന്നു. ആ പാപം ചെയ്യാനുള്ള ഒരു പ്രവണത മനുഷ്യരിൽ ഉണ്ടായി. അതൊക്കെയാണ് പരിശുദ്ധ സഭയുടെ മാമോദീസ മൂലം നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ യോഹന്നാൻ്റെ മാമോദീസ മാനസാന്തര സ്നാനം മാത്രമായിരുന്നു. പാവോദനം കിട്ടിയിരുന്നില്ല, പരിശുദ്ധാത്മാവിന് കിട്ടിയിരുന്നില്ല. കർത്താവിന് ബലിക്ക് ശേഷമാണ് പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്താലുള്ള പാപമോചനം കിട്ടുന്നതും വീണ്ടും ജനനം സംഭവിക്കുന്നതും. ആ കാര്യങ്ങൾ അദ്ദേഹം വിശദമായിട്ട് പറഞ്ഞില്ല. അറിവില്ല എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹം സമ്മതിക്കുന്നു എന്നല്ല, അതിന് കുറ്റം പറയും. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. പിന്നെ മറ്റൊന്ന്, കർത്താവ് 2 മാമോദീസ ചെയ്തു. നമുക്ക് വേണമെങ്കിൽ 2 മാമോദീസ വെക്കാം, ഒരു കുഴപ്പമില്ല. യോഹന്നാൻ മർക്കോസ് 11:35 മുതൽ വായിക്കുമ്പോൾ അവിടെ നമുക്ക് ഇങ്ങനെ കാണാം. സബദിയുടെ മക്കളായ യാക്കോബ് യോഹന്നാൻ അവൻ്റെ അടുക്കൽ വന്നവനോട്, ഗുരോ, ഞങ്ങൾ നിന്നോട് യാചിപ്പാൻ പോകുന്നത് ഞങ്ങൾക്ക് ചെയ്തു തരുവാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട്, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചു. നിന്റെ മഹത്വത്തിൽ ഞങ്ങളിൽ ഒരുത്തൻ നിന്റെ വലത്തും ഒരുത്തൻ ഇടത്തും ഇരിക്കാൻ വരം നൽകണമെന്ന് പറഞ്ഞു. യേശു അവനോട്, നിങ്ങൾ യാചിക്കുന്നത് ഇന്നതെന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിപ്പാനും ഞാൻ ഏൽക്കുന്ന മാമോദീസ ഏൽപ്പാനും നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചു. കഴിയും എന്ന് പറഞ്ഞു. യേശു അവരോട്, ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കുകയും ഞാൻ ഏൽക്കുന്ന സ്ഥാനം ഏൽക്കുകയും ചെയ്യും നിശ്ചയം. എന്നാൽ എൻ്റെ വലത്തും ഇടത്തും ഇരിപ്പാൻ വരം നൽകുന്നതോ എൻ്റേതല്ല, എൻ്റെ പിതാവ് ആർക്ക് ഒരുക്കിയിരിക്കുന്നുവോ അവർക്ക് കിട്ടും എന്ന് പറഞ്ഞു. യാക്കോബ് യോഹന്നാനും വന്ന്
അല്പം ബന്ധമൊക്കെ ഉണ്ടല്ലോ, കസിൻസ് ആണല്ലോ സബീദിൻ്റെ മക്കളെ യാക്കോബ് യോഹന്നാൻ. അപ്പോൾ നിന്റെ മഹത്വത്തിൽ അതിൻ്റെ രാജ്യത്വത്തിൽ നീ വരുമ്പോഴോ ഒരുത്തൻ വലത്തൊരുത്തിനിടത്ത് ഇരിപ്പാൻ വരം നൽകണം. അപ്പോൾ കർത്താവ് ചോദിച്ചു, ഞാൻ ഏൽക്കുന്ന മാമോദീസ ഏറ്റ മാമോദീസയല്ല, ഞാൻ ഏൽക്കുന്ന മാമോദീസ, ഏൽക്കാനിരിക്കുന്ന മാമോദീസ എന്നതിൻ്റെ അർത്ഥം. അതേക്കാൾ നിങ്ങൾക്ക് സ്വീകരിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? ഇവിടെ പാനപാത്രം എന്ന് പറയുന്നത് കർത്താവിൻ്റെ കഷ്ടാനുഭവവും മരണവുമാണ്. അത് നിങ്ങളെ കൊണ്ട് പറ്റുമോ? ഞാൻ ഏൽക്കാനിരിക്കുന്ന അല്ലെങ്കിൽ ഏൽക്കുന്ന മാമോദീസ രക്തത്താലുള്ള മാമോദീസയാണ്, അത് പറ്റുമോ? അപ്പോൾ കർത്താവിൻ്റെ കഷ്ടാനുഭവവും മരണവും പീഠാസഹനവും മരണവും ഏൽക്കാൻ നിങ്ങളെ സാധിക്കും. അപ്പോൾ കഷ്ടാനുഭവവും മരണവും കൂടാതെ രക്തത്താലുള്ള മാമോദീസ, അത് മരണത്തിൽ സംഭവിക്കുന്ന 6 മണി മുതൽ 9 മണി വരെ ദേശത്തൊക്കെ ഇരുട്ടുണ്ടായി. ആ സമയത്താണ് കർത്താവ് ക്രൂശിൽ കിടന്നുകൊണ്ട് സാത്താനുള്ള വലിയ മത്സരം, പോരാട്ടം നടക്കുന്നത്. സാത്താൻ ആവുന്നിടത്തോളം പിടിച്ചു ഇവൻ മരിക്കാതിരിക്കാൻ. മരിച്ചാലല്ലേ പാവനം കൊടുക്കാൻ പറ്റുള്ളൂ. പാവന് മരണത്തിൽ നിന്ന് വിടിയിക്കാനൊക്കെ നോക്കിയത്. പക്ഷേ സാത്താൻ്റെ എല്ലാ കുതന്ത്രങ്ങളെയും കർത്താവ് ജയിച്ച് 9 മണി നേരത്ത് സൂര്യൻ ഉദിച്ചപ്പോൾ രക്തക്കടലായി കർത്താവ് മാറുക. കാലേത്, കയ്യേത്, മുഖമേത്, കണ്ണേത് ഒന്നും അറിയാൻ വയ്യാത്ത വിധം രക്തക്കടലായി. അതാണ് രക്തത്തിലുള്ള മാമോദീസ. ശരീരം മുഴുവൻ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുക. കഴുകുക, വെള്ളത്താൽ കഴുകപ്പെട്ടതുപോലെ രക്തം കൊണ്ട് കഴുകപ്പെടുക. അതാണ് രക്തത്താലുള്ള മാമോദീസ. അതേക്കാം നിങ്ങൾക്ക് പറ്റുമോ? ഏക്കാം. അത് നമുക്ക് മനസ്സിലായിട്ട് പറയുന്നതാണെന്ന് അറിയാൻ പാടില്ല. എങ്ങനെയാലും ഇടത്തെ വലത്തെ ഞങ്ങൾക്ക് ഇരിക്കണം. പാനപാത്രം കുടിക്കാൻ പറ്റും, കഷ്ടപ്പാട് സഹിക്കാൻ പറ്റും, പീഡാസനം സഹിക്കാൻ പറ്റും. അപ്പോൾ അവരതൊക്കെ സഹിച്ചുകൊണ്ട് പോയില്ല, അത് പറയാൻ പറ്റില്ല. രക്തസാക്ഷികളായവരെയാണ് ഈ രക്തത്താലുള്ള മാമോദീസ നടത്തിയവരെന്ന് പറയുന്നത്. നമ്മുടെ സഭ അങ്ങനെ അംഗീകരിക്കുന്നുണ്ടത്. ഇപ്പോൾ ഹേരോദ രാജാവിൻ്റെ കാലത്ത് നിരപരാധികളായ കുഞ്ഞുങ്ങളെ കൊന്നുകളഞ്ഞില്ലേ? ഹേരോദ രാജാവിൻ്റെ കാലത്ത് മിശിഹായ്ക്ക് വേണ്ടിയാണ് അവർ കൊല്ലപ്പെട്ടത്. ആ ശിശുക്കളുടെ ഓർമ്മ കൊണ്ടാടുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം രക്തത്താലുള്ള മാമോദീസയെ സഭ അംഗീകരിച്ചിരിക്കുന്നു. മിശിഹായ്ക്ക് വേണ്ടി അവർ വധിക്കപ്പെട്ടവരാണ്, അവർ രക്തസാക്ഷികളാണ്. അതുകൊണ്ട് അവരുടെ ഓർമ്മ സഭ കൊണ്ടാടുന്നുണ്ട്. ഇവരെ വിശുദ്ധരായിട്ട് സഭ അംഗീകരിക്കുകയും ചെയ്യുന്നു. കാരണം മിശിഹായിലുള്ള ആദ്യത്തെ മാമോദീസ സ്വീകരിച്ചില്ലെങ്കിലും, സ്വീകരിക്കാൻ പറ്റില്ലെങ്കിലും, മിശിഹായുടെ മരണം കഴിഞ്ഞിട്ടില്ല എങ്കിലും രക്തത്താലുള്ള മാമോദീസ സ്വീകരിക്കുന്നവർക്ക് അവരെ മിശിഹായ്ക്ക് വേണ്ടി, മിശിഹായിലാണല്ലോ അവർ മരിക്കുന്നത്. അങ്ങനെ അവരുടെ രക്തത്തിൽ മിശിഹായിലുള്ള മാമോദീസ ഏറ്റവർ, അത് 10:20-22 വായിക്കുമ്പോൾ അതിനൊരു സൂചന കിട്ടും. അതുകൊണ്ട് അവരെ മാമോദീസ സ്വീകരിക്കപ്പെട്ടവരായി സഭ അംഗീകരിക്കുന്നു. പിന്നെ ഇത് രണ്ടും അവരെ ഏൽക്കാൻ തയ്യാറാണ്. കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ യോഹന്നാൻ ഒഴിച്ച് ബാക്കി എല്ലാവരും രക്തസാക്ഷികളായവരാണ്. യൂദായറെ അതുകൊണ്ട് യോഹന്നാൻ്റെ രക്തസാക്ഷി ആയില്ലല്ലോ, പിന്നെ അവൻ എന്താ സമ്മതിച്ചതെന്ന് വെച്ചാലോ, യോഹന്നാൻ സ്വാഭാവിക മരണം പ്രാപിക്കുകയായിരുന്നു. ഏകദേശം 100 വയസ്സ് എടുത്തായി, 100 കഴിഞ്ഞാണ് ചിലപ്പോൾ. അതിനെപ്പറ്റി പിതാക്കന്മാരൊരു വ്യാഖ്യാനം പറയുന്നത്, ക്രൂശിൻ്റെ ചുവട്ടിൽ നിന്ന് ശിഷ്യന്മാർക്ക് ഓടിപ്പോയല്ലോ, പലരും അങ്ങോട്ട് വന്നു പോലുമില്ല. യോഹന്നാൻ നോക്കിയപ്പോൾ ആരും കാണാനില്ല, ഒക്കെ പോയി. യഹൂദന്മാരെയും പട്ടാളക്കാരെയും റോമ പട്ടാളക്കാരെയൊക്കെ പേടിച്ചവർ പോയി. യോഹന്നാനും ഓടിപ്പോകുന്ന വിചാരിച്ച് ഓടിയെന്ന് പറഞ്ഞില്ല. യോഹന്നാൻ ഓടിപ്പോകുന്ന നേരത്താണ് കന്യാസ്ത്രീയമ്മ അവിടെ നിന്ന് കരയണതുണ്ടത്.
കുറേ സ്ത്രീകൾ വേറെ ഉണ്ടായിരുന്നു. ഇത്ര ദൂരത്ത് നിന്നാണ് കരയുടെ അകത്തേക്ക് ആരും അടുപ്പിക്കില്ല. അതുകൊണ്ടാണ് കുരിശിങ്കിലേക്ക് അടുപ്പിക്കാത്തതുകൊണ്ടാണ് അവർ പോകായിരുന്നു. പിന്നെ ഇത് കണ്ടു നിൽക്കാനുള്ള ബുദ്ധിമുട്ടും അമ്മയ്ക്ക് ഉണ്ടാവുമല്ലോ. അമ്മയുടെ അലറിക്കരയിൽ ഏകമകൻ ക്രൂശിൽ തൂങ്ങിക്കിടക്കുന്ന കാണാം. കിടന്ന കഷ്ടപ്പാടുകൾ നേരിൽ കാണുമ്പോൾ ഏതമ്മയ്ക്കാണ് സഹിക്കാൻ പറ്റുന്നത്? നമ്മൾ ദുഃഖവെള്ളിയാഴ്ച അതൊക്കെ പറഞ്ഞ് നമ്മൾ പ്രദക്ഷിണം നടത്തുന്നുണ്ട്. നിന്നെ പെറ്റ തള്ളയായ ഞാനിതിങ്ങനെ സഹിക്കേണ്ടു. മുന്തിരിങ്ങ ചക്കിലിടുന്ന മുന്തിരിങ്ങ പഴത്തിൽ നിന്ന് ചാറ് തുളിക്കുന്നത് പോലെ എൻ്റെ ഓമന മകനെ നിന്റെ നെഞ്ചിൽ നിന്ന് രക്തം തുടിക്കുന്നല്ലോ. നിന്നെ പെറ്റ തള്ളയായ ഞാനിതെങ്ങനെ സഹിക്കേണ്ടെന്ന് പറഞ്ഞ് കരയണ. ഞാനിതെങ്ങനെ സഹിക്കും? അങ്ങനെ കരഞ്ഞോണ്ടിരിക്കുന്ന സമയത്താണ് യോഹന്നാൻ ഓടിയത് കരയുന്ന അമ്മയെ കണ്ടിട്ട്. കത്തോലിക്കര് അതിന് വ്യാകുല മാതാവ് എന്നൊക്കെ പറയും. കരയുന്ന അമ്മയെ കണ്ടിട്ട് അവൻ പറഞ്ഞു, എന്നെ കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ, ഞാൻ അമ്മയെ വിട്ട് തിരിച്ചു പോവില്ല. അമ്മയെ വിട്ട് ഞാൻ അമ്മയെ ഒറ്റയ്ക്കാക്കില്ല. ഞാൻ കുരിശിൻ്റെ അടുക്കിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു പറഞ്ഞു. അപ്പോൾ വാസ്തവത്തിൽ ഒരു രക്തസാക്ഷി മരണം അവിടെ യോഹന്നാൻ സ്വീകരിച്ചു കഴിഞ്ഞു. അതാണത് പറയുന്നത്. ഇനി നമ്മൾ പുതിയ മാമോദിസ അല്ലെങ്കിൽ പരിശുദ്ധ സഭയിലെ മാമോദിസ മൂലം യേശുവിനോട് ചേർക്കപ്പെടുകയാണ്. യേശുവിനോട് ചേർക്കപ്പെടാനാണ് മാമോദിസ. ആ മാമോദിസ സ്വീകരിക്കാതെ കണ്ട് ക്രിസ്ത്യാനിയാകാൻ പറ്റില്ല. റോമർ 6:3 അത് പറയുന്നുണ്ട്. റോമർ 6:3 വളരെ വ്യക്തമായിട്ട് അവിടെ വിശദമായിട്ട് പറയുന്നുണ്ട്. പാപസംബന്ധമായി മരിച്ചവരായി നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അല്ല, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായി നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. യേശു ക്രിസ്തുവിനോട് ചേരുവാനാണ് സ്നാനം. ആ സ്നാനം കേൾക്കാതെ ക്രിസ്ത്യാനിയാകാൻ പറ്റില്ല. സഭയോട് ചേർക്കാൻ മാത്രമല്ല സ്നാനം. സഭയോട് ചേരുക എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനോട് ചേരുക എന്നർത്ഥം. ഈ മാമോദിസ വ്യാജമാണെന്നൊക്കെ അദ്ദേഹം പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല. അദ്ദേഹം അതിന് വിരുദ്ധമാണ് പറയുന്നത്. അതിന് അദ്ദേഹം പഠിച്ചിട്ടില്ല. ഒരു ഭാഗം എവിടെയെങ്കിലും നോക്കിയിട്ട് സഭയെ വിമർശിക്കരുത്. സഭയെ വിമർശിക്കുന്നതുകൊണ്ടാണ് എനിക്കിത് മറുപടി പറയേണ്ടതെന്ന്. അല്ലെങ്കിൽ ഇപ്പം അദ്ദേഹം എന്ന് പറഞ്ഞാൽ എനിക്കൊരു വിരോധമുണ്ട്. അത് പറയാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്. പറയുന്ന മുഴുവനെല്ലാം നമ്മൾ ക്ഷമയോടെ കേൾക്കണമെന്ന് ആവശ്യമാണ്. പക്ഷേ അത് തന്നെയാണ് ശരിയെന്ന് നിർബന്ധം പിടിച്ചാൽ അത് വശമാണ്. ഞാൻ എൻ്റെ ആമുഖത്തിൽ തന്നെ പറഞ്ഞു, തെറ്റുണ്ടെങ്കിൽ തിരുത്താം. വിശ്വാസബന്ധമായ കാര്യങ്ങളാണ് പറയുന്നത്. അങ്ങനെ ഒരു വാക്ക് അദ്ദേഹത്തിൽ നിന്നും വരുന്നില്ല പെട്ടെന്ന്. അതുകൊട്ടെ അപ്പോൾ യേശുവിനോട് ചേരുമ്പോൾ നമ്മളെ മാമോദിസ മുങ്ങുമ്പോൾ കർത്താവിനോട് കൂടെ മരിച്ച് അടക്കപ്പെടുക. ആ മാമോദിസ വെള്ളത്തിൽ, ആ മാമോദിസ തൊട്ടിയിൽ കർത്താവിനോട് കുരിശ് മരിച്ച് അടക്കപ്പെടുകയാണ്. അച്ഛൻ്റെ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് കുട്ടിയെ വെള്ളത്തിൽ നിന്ന് പൊക്കുമ്പോൾ അവൻ ഉയർക്കുകയാണ്. കർത്താവിനോട് കൂടെ മരിക്കുന്നു, കർത്താവിനോട് കൂടെ അടക്കപ്പെടുന്നു, കർത്താവിനോട് കൂടെ ഉയർക്കപ്പെടുന്നു. അങ്ങനെ അവൻ കർത്താവിനോട് ചേരുന്നു. വിശുദ്ധ കുർബാന കൊടുക്കപ്പെടുന്നത് പൂർത്തിയാകും. ചില സഭകൾ അപ്പോഴും കുർബാനയ്ക്ക് കൊടുക്കുന്നില്ല. അത് തെറ്റ് തന്നെയാണ്. ഏത് കൂദാശയും വിശുദ്ധ കുർബാന മൂലമേ പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ. അവിടെ 12 വയസ്സ് വരാനൊന്നും നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അത് കൊടുത്തേക്കൽ എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്തവൻ എന്നിൽ, ഞാൻ അവനിൽ വസിക്കുന്നു എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ആ വാസം പൂർണ്ണമാകണം. അവിടെയല്ലേ കർത്താവിനോട് ചേരുവാനുള്ള ആ പൂർണ്ണത കിട്ടുകയുള്ളൂ. അതില്ലാതെ അത് സംഭവിക്കില്ല. അപ്പോൾ കർത്താവിനോട് ചേരുവാനുള്ള മാമോദിസയാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കും. അദ്ദേഹം പറഞ്ഞു, ഒഴുക്കുള്ള വെള്ളത്തിൽ വേണം. കർത്താവ് അങ്ങനെയാണ്. ശരിയാണ്, കർത്താവ് ഒഴുക്കുള്ള വെള്ളത്തിലാണ്. എല്ലാവർക്കും യോർദാൻ നദി പോയി മാമോദിസ ഒന്നും പറ്റാത്ത കുഴപ്പമില്ല. ഒഴുക്കുള്ള വെള്ളം എപ്പോഴും എല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്നവരും അത് അന്വേഷിച്ച് കൊടുക്കാൻ പറ്റില്ല.
ഷണ്ണനെ മാമോദിസ വയ്ക്കൽ ഏത് വെള്ളത്തിലാണ്? മരുഭൂമിയിൽ ഷണ്ണനെ പീലിപ്പൂസ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന് വെള്ളം തൂക്കിയാൽ അവർ വരണേ. അപ്പോൾ വെള്ളം കണ്ടു. വല്ലപ്പോഴൊരിക്കൽ സ്ഥലത്തെ വെള്ളം കാണുള്ളൂ. അതേ വെള്ളം ഇനി മാമോദിസം അങ്ങനെ എനിക്കെന്താ കുഴപ്പം? നീ വിശ്വസിക്കുന്നില്ല, അപ്പോൾ അവിടെ ഒഴുക്കുള്ളൂല്ലോ. തന്നെയല്ല, ഉൽപ്പത്തി 1:2 വായിക്കുമ്പോൾ ഒഴുക്കുള്ള വെള്ളത്തിന്മീത് പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നു പറഞ്ഞിട്ടില്ല. ഒഴുക്കുള്ള വെള്ളം അല്ല അത് പ്രോട്ടോപ്ലാസം പോലെയുള്ള ഒരു പ്രത്യേക പദാർത്ഥമാണ്. അതിന്മേൽ പരിശുദ്ധാത്മാവ് ആവസിച്ചു. അവിടെ ഒഴുക്കൊന്നും ഉണ്ടായില്ല. വാസ്തവത്തിൽ മാമോദീസ ആ പരിശുദ്ധാത്മാവിൻ്റെ ആവാസം പോലെ ആ വെള്ളത്തിൽ നിന്ന് ഭൂമി ഉണ്ടായതുപോലെ ഇവിടെ പരിശുദ്ധാത്മാവിൻ്റെ ആവാസം പോലെ മാമോദീസ കഴിയുമ്പോൾ അവനൊരു പുതിയ സൃഷ്ടിയായിട്ട് മാറുകയാണ്. അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ യോഹന്നാൻ്റെ മാമോദീസ മാനസാന്തരത്തിൻ്റെ മാമോദീസയായിരുന്നു. അത് കർത്താവിന് വേണ്ടി ജനത്തെ ഒരുക്കാൻ ആണ് ദൈവം യോഹന്നാനെ ഏൽപ്പിച്ചത്. അത് അവൻ ഭംഗിയായിട്ട് ചെയ്തു. 2 തരം മാമോദീസ നമുക്ക് സ്വീകരിക്കാം. ഒന്ന് വീടഞ്ജനത്താലുള്ള മാമോദീസ, 2 രക്തത്താലുള്ള മാമോദീസ. അതൊന്നും സ്വീകരിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ രക്തത്താലുള്ള മാമോദീസ മാത്രം സ്വീകരിച്ചാലും സഭ അവരെ വിശുദ്ധരായി കണക്കാക്കുകയും ചെയ്യുന്നുണ്ട്. ആ മാമോദീസ വാലിഡാണ്, ഇതൊരിക്കലും വ്യാജമല്ല എന്ന് പൂർണ്ണമായി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.